ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന ഫോർത്ത് സെമ്മിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിശദമായ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നില്ല. ക്വസ്റ്റ്യനാണ് നമ്മൾ അത് ഒന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം അത് നിങ്ങളിലേക്ക് അയക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വിശദമായൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ആയ തിരക്കുകൾ കാരണം ക്ലാസ് എടുക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിഷയവുമായിട്ട് ടച്ച് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ വിശദമായി പറയാത്തത്. കാരണം നിലവിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഗവേഷണ പ്രവർത്തനവും മറ്റുമായിട്ട് തിരക്കായതുകൊണ്ട് തന്നെ നിലവിൽ ക്ലാസ് എടുക്കാത്തത് കൊണ്ട് എനിക്ക് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ടച്ച് കുറവായതുകൊണ്ടാണ് അങ്ങനെ ക്ലാസ് എടുക്കാത്തത്. മാത്രമല്ല, ഒരു ക്ലാസ്സിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ആദ്യം നമ്മൾ റെഫർ ചെയ്യണം, പിന്നെ അതിന് ശേഷം നോട്ട് ഉണ്ടാക്കണം, അതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കണം, അതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിന് ശേഷം അപ്ലോഡ് ചെയ്യണം. അങ്ങനെ വലിയ ഒരു ശ്രമം ഓരോ വീഡിയോക്ക് പിന്നിലുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ്, അതേപോലെ വിഷയവുമായിട്ടുള്ള ടച്ച് കുറഞ്ഞത് കൊണ്ടുമാണ് ഇപ്പോൾ കൂടുതലായിട്ട് ക്ലാസ്സുകൾ ഇടാത്തത്. ഇപ്പോൾ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ടൊക്കെ ക്ലാസ് ഇടണമെന്ന് പറയാറുണ്ട്. പക്ഷെ അതിന് ഇപ്പോൾ കഴിയാത്തൊരു ചെറിയ പ്രയാസങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇടാത്തത്. ഏതായാലും ഞാൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഫോർത്ത് സെമസ്റ്ററിൻ്റെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ഈ ചാനലിൽ തന്നെ മറ്റു വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്, വ്ളോഗ് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പൊളിറ്റിക്സിൻ്റെ ഒരുപാട് ക്ലാസ് എടുത്തു. ആരോടും ഒരു നയാ പൈസയും നമ്മൾ വാങ്ങുന്നില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് ഒരു സഹായം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ക്ലാസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു വ്ളോഗുകളും ഇതിൽ ചെയ്യുന്ന മറ്റു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് സഹായിക്കണം, നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് കണ്ട് സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ ഞാൻ അവസാന ചോദ്യം മുതൽ അങ്ങനെ പറയാം. സെക്ഷൻ സിയിൽ വരുന്നത്, സെക്ഷൻ സിയിലാണല്ലോ ഈ എസ് എ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യനിൽ 4 ചോദ്യമുണ്ട്, അതിൽ 2 എഴുതാനാണ്. അപ്പോൾ ആ 4 ചോദ്യവും ഞാൻ വായിക്കാം. ഒന്ന്, പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ് ഇൻ കണ്ടംപററി പൊളിറ്റിക്സ്. സമകാലിക രാഷ്ട്രീയത്തിൽ പ്രാദേശിക പാർട്ടികളുടെ പങ്ക് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ്. അതാണ് ഒരു ചോദ്യം. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ് ഇൻ കണ്ടംപററി പൊളിറ്റിക്സ്. കണ്ടംപററി പൊളിറ്റിക്സിൽ, സമകാലിക രാഷ്ട്രീയത്തിൽ ഈ പ്രാദേശിക പാർട്ടികളുടെ പങ്ക് എന്താണ്, ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ പങ്ക് എന്താണ് എന്നാണ് ഒരു ചോദ്യമുള്ളത്. മറ്റൊരു ചോദ്യം, ക്രിറ്റിക്കലി എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിലീജിയസ് ഫണ്ടമെൻ്റലിസം. മതമൗലികവാദത്തിൻ്റെ, റിലീജിയസ് ഫണ്ടമെൻ്റലിസത്തിനെ അതിനെ വിമർശനാത്മകമായിട്ട് പരിശോധിക്കുക. ക്രിറ്റിക്കലി എക്സാമിൻ ചെയ്യുക, അതിൻ്റെ മതമൗലികവാദത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് എഴുതുക എന്നതാണ് 25ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. മറ്റൊരു ചോദ്യം 26ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ഡിഫൈൻ ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്, എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ്. ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റിനെ നിർവചിക്കുക എന്നുള്ള, ഡിഫൈൻ ചെയ്യുക. മാത്രമല്ല, ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എഴുതുക. എന്താണ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് എഴുതുക, അതിൻ്റെ സവിശേഷതകൾ എഴുതുക. അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ ഒരു ചോദ്യം കൂടി വരുന്നത് 27ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, വാട്ട് ഡു യു മീൻ ബൈ മാർജിനലൈസേഷൻ, എക്സാമിൻ ദ മേജർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. പാർശ്വവൽക്കരണം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ മാർജിനലൈസേഷൻ, നിങ്ങൾ എന്താണ് പാർശ്വവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഒരു 27ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇങ്ങനെ 4 ചോദ്യത്തിൽ 2 എഴുതാനാണ് ഒരു ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നത്. പിന്നെ സെക്ഷൻ ബിയിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം. ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഡിസ്ക്രൈബ് കണ്ടംപററി കൊയിലൂഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സമകാലിക സഖ്യങ്ങളെക്കുറിച്ച്, കൊയിലൂഷനെക്കുറിച്ച് എഴുതുക.
ഇന്ത്യയിലിപ്പോൾ ഇന്ത്യ മുന്നണി അടക്കമുള്ള ഒരു കോലൂഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ത്യയിലെ NDA ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA, അതുപോലെ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണി, അതിൻ്റെയൊക്കെ സമകാലിക സഖ്യങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് ചോദ്യം. മറ്റൊന്ന്, എസ്റ്റിമേറ്റ് ദ റീസൺസ് ഫോർ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ കാരണങ്ങൾ എഴുതാനാണ് മറ്റൊരു ചോദ്യമുള്ളത്. മറ്റൊന്ന്, ഡിഫൈൻ എത്തിനിസിറ്റി. വംശീയതയെ നിർവചിക്കുക. എന്താണ് വംശീയത, എന്താണ് എത്തിനിസിറ്റി എന്ന് നിർവചിക്കുക. എക്സാമിൻ എത്നിക് ഇഷ്യൂസ്. അതേപോലെ വംശീയ പ്രശ്നങ്ങളെക്കുറിച്ചും എഴുതുക. അതാണ് 19ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ കറപ്ഷൻ. അഴിമതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് 20ാമത്തെ ചോദ്യം. മറ്റൊന്ന്, ക്രിട്ടിക്കലി എക്സാമിൻ കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വർഗീയതയെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക. ക്രിട്ടിക്കലി അനാലിസിസ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വർഗീയതയെ വിമർശനാത്മകമായിട്ട് എഴുതുക എന്നുള്ളതാണ് 21ാമത്തെ ചോദ്യം. 22ാമത്തെ ചോദ്യം, അസസ് ദ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് ദ ദളിത്സ്. ദളിതരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ വിലയിരുത്തുക എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, ഇവാലുവേറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് റീജിയണലിസം. പ്രാദേശികവാദത്തിൻ്റെ പ്രാധാന്യത്തെ വിലയിരുത്തുക എന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. ഇനി സെക്ഷൻ എയിലുള്ള ചോദ്യങ്ങളാണ്. കമ്മ്യൂണലിസം, എത്നിസിറ്റി, ഡോമിനൻ്റ് സിസ്റ്റം, ബൈ പാർട്ടി സിസ്റ്റം, CPIM, BSP, സോഷ്യൽ ക്ലാസസ് ഇൻ റൂറൽ ഇന്ത്യ, എത്നിക് കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യ, പേഴ്സണാലിറ്റി കൾട്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ട്രൈബൽ ഓർഗനൈസേഷൻസ്, ഇലക്ടോറൽ കോalitions, ഫോംസ് ഓഫ് റീജിയണലിസം. ഇങ്ങനെയാണ് സെക്ഷൻ എയിൽ വരുന്ന ചോദ്യങ്ങൾ. ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വലിയ സഹായമാവുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാവരോടും സ്നേഹം.